question. First question എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് കൊളംസിൽ അപ്ലൈ ചെയ്യാം. F equal to K Q1 Q2 by R square. So രണ്ട് ചാർജ് സ്പിയേഴ്സ് ആണ്. അതിന്റെ രണ്ടേയും ചാർജസ് തന്നിട്ടുണ്ട്. 2 into 10 raised to minus 7 and 3 into 10 raised to minus 7. And they are 30 centimeters apart. So Rന്റെ വാല്യൂ കിട്ടി 30 സെന്റിമീറ്റേഴ്സ് ആയതുകൊണ്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10 raised to minus 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. Q1ന്റെയും Q2ന്റെയും വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Kയുടെ വാല്യൂസ് 9 into 10 raised to 9. So we'll get 6 into 10 raised to minus 3 Newton. Again, രണ്ട് small spheres ഉണ്ട്. Charged 0.4 mu coulomb and minus 0.8 mu coulomb. And അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.2 Newton. We have to find A, the distance between the two spheres. Again, Coulomb's law direct apply ചെയ്താൽ മതി. K Q1 Q2 by R square. So ഇതിൽ നിന്ന് നമ്മൾ R upper സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ we get root K Q1 Q2 by F. So Fന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Q1ന്റെ വാല്യൂ അറിയാം, Q2ന്റെ വാല്യൂ അറിയാം. Kയുടെ വാല്യൂസ് 9 into 10 raised to 9. So substitute ചെയ്യുമ്പോൾ we'll get 0.12 meters. Now, what is the force on the second sphere due to the first? Obviously, force 0.2 Newton ആണെങ്കിൽ Q1 Q2 exert ചെയ്യുന്ന ഫോഴ്സും Q2 Q1 exert ചെയ്യുന്ന ഫോഴ്സും would be equal to 0.2 Newton. Third question is, check that the ratio K square by G ME MP is dimensionless. Look up a table of physical constants and determine the value of this ratio. Now, so ഈ G ME MP വരുന്നത് gravitational forceന്റെ ഇക്വേഷനിലാണ്. Gravitational force is equal to ഈ കോൺസ്റ്റന്റ് G times ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് ടൈംസ് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ്. ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത് ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണ്. സോ എം പി ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡി സ്ക്വയർ. അതേസമയം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വുഡ് ബി ഈക്വൽ ടു കെ Q1 Q2 by R square which is equal to K. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും എടുത്തേക്കുന്നത്. സോ രണ്ടിന്റെയും ചാർജ് വുഡ് ബി E. So E square by the distance R square. Now ED ER would be the same. Now FE FE by FG chamber we'll get K E square by R square and D square cut type G ME MP. Now force and dimension are the same, right? Random force ആണ്. So ഇതിന്റെ രണ്ടും dimension cancel ആയി പോകും. So this is equal to this. So ഇതിനും dimension ഇല്ല. So dimensionless ആണ്. Now value കണ്ടുപിടിക്കാൻ Kയുടെ വാല്യൂ നമുക്കറിയാം 9 into 10 raised to 9. Eയുടെ വാല്യൂ we know 1.6 into 10 raised to minus 19. Gയുടെ വാല്യൂ is 6.6 into 10 raised to minus 11. And ME electron mass is 9.1 into 10 raised to minus 3. Proton mass is 1.67 into 10 raised to 22. So itrem cheyumbo we'll get this value. So fourth question is, explain the meaning of the statement electric charge of a body is quantized. So nammal parnu Q equal to NA. So nammal endu charge eduthalum that will be integral multiple of a basic unit charge E. അതെപ്പോഴും ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും, ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആവില്ല. Now next is മൈക്രോസ്കോപ്പിക് സ്കെയിലിൽ ഈയുടെ ചാർജ് ഇസ് വെരി സ്മോൾ, 1.6 into 10 raised to minus 19 coulomb ആണ്. ഇറ്റ്സ് എ വെരി സ്മോൾ വാല്യൂ. അതുകൊണ്ട് മാക്രോസ്കോപ്പിക് സ്കെയിലിൽ വരുമ്പോൾ ഇത് ഡസന്റ് മാറ്റർ മച്ച്. So fifth question is, when a glass rod is rubbed with a silk cloth, charges appear on both. Similar phenomenon is observed with many pairs of bodies. Explain how this observation is consistent with the law of conservation of charge. So ഇപ്പോൾ നമ്മൾ object A and object B നമ്മൾ റബ് ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഒബ്ജക്റ്റിൽ ഒരു ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് സെയിം എമൗണ്ട് ഓഫ് ചാർജ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൂസ് ആയിട്ടുണ്ടാവും. അതേസമയം ഈ ഒബ്ജക്റ്റിന് കുറച്ച് ചാർജസ് കിട്ടുവാണെങ്കിൽ എക്സാക്ട് സെയിം എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പോയിട്ടുണ്ടാവും. So that's why it's consistent with the law of conservation of charge.
സിക്സ്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ പോയിന്റിലുള്ള ചാർജ് ഒരു 1 μ ചാർജ് നമ്മൾ ഓയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്ക്വയർ ആണ്. വി നോ ദറ്റ് സ്ക്വയറിന്റെ ഇപ്പം നമ്മൾ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഡിസ്റ്റൻസ് വുഡ് ബി ദ സെയിം. ഈ പോയിന്റിൽ ഒരു +2 ഉണ്ട്, ഈ പോയിന്റിൽ ഒരു +2 ഉണ്ട്. ഈ പോയിന്റിലെ ചാർജിനെ ഈ +2 ഈ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും, അതേസമയം ഈ +2 ഈ ഡയറക്ഷനിലും റിപ്പൽ ചെയ്യും. സിൻസ് ഈ ഡിസ്റ്റൻസും സെയിം ആണ്, ഈ ചാർജും സെയിം ആണ്, സോ ഡെഫിനറ്റ്ലി ഇത് ഈ ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഈ ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ക്യാൻസൽ ഔട്ട് ചെയ്യും. Now, ഈ രണ്ട് ചാർജസ് നോക്കുവാണെങ്കിൽ -5 ഹിയർ, -5 ഹിയർ. ഈ -5 ഈ ചാർജിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, ഈ -5 ഈ ചാർജിനെ ഈ ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ് വുഡ് ബി 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസിനെ ബേസ്ഡ് ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു ദറ്റ് കണ്ടിന്യൂസ് കർവ് ആയിരിക്കും, ഇടയ്ക്ക് ബ്രേക്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എൻറ്റയർ സറൗണ്ടിങ്ങിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യും. അല്ലാതെ ഇത്രയും ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടല്ല ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദീസ് കർവ്സ് ഡസന്റ് ക്രോസ് ഈച്ച് അതർ. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എടുക്കുവാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വുഡ് ബി ആ കർവില് ആ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റ് ഡയറക്ഷൻ ആയിരിക്കും ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇപ്പൊ രണ്ട് കർവ്സ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് ഇസ് ഈ പോയിന്റിന് രണ്ട് ഡിഫറെന്റ് ഡയറക്ഷൻസ് ഉണ്ടാവും ഫോർ ഇലക്ട്രിക് ഫീൽഡ്. സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഒരു പോയിന്റിൽ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു സിംഗിൾ ഡയറക്ഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ദാറ്റ്സ് ഓൾസോ നോട്ട് പോസിബിൾ. So eighth question is, രണ്ട് ചാർജസ് ഉണ്ട് +3 and -3 located 20 centimeters apart. So ഈ കേസിൽ അതിന്റെ മിഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ വി നോ ഇസ് kq/r². ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി ഡ്യൂ ടു ഈ QA and QB. So total Q would be EQA plus electric field due to QB, which is equal to KQA by r² plus KQB by r². Now, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ we'll get 2KQ by r². Q സെയിം വാല്യൂ ആണ്, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. സോ ചെയ്യുമ്പോൾ we'll get ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളിപ്പോൾ ഈ പോയിന്റിൽ ഒരു ചാർജ് വെക്കുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. വി നോ ദറ്റ് F ഇസ് ഈക്വൽ ടു EQ. സോ നമ്മൾ എ പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ചാർജ് 1.5 × 10⁻⁻⁹ കൊളോംബ് ഇവിടെ പ്ലേസ് ചെയ്തു. സോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതും ഈ ചാർജ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So ninth question, a system has two charges. രണ്ട് ചാർജസ് ഉണ്ട്, QA and QB. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഒന്ന് പോസിറ്റീവ്, the other one is negative. Located at points 0, 0, -15 and 0, 0, +15. So നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് x ആക്സിസ്, then y ആക്സിസ് കോർഡിനേറ്റ്, പിന്നെയാണ് z ആക്സിസ് കോർഡിനേറ്റ് എഴുതുന്നത്. So if we have x axis, y axis and this is z axis, ഇത് -z, this is +z. So ഇവിടെ -15 and ഇവിടെ +15. Now -15 we have +2.5 × 10⁻⁷. അപ്പോൾ +q -15 വരുന്നത്, അതേസമയം -2.5 വാല്യൂ +15 വരുന്നത്. Now first question is, what is the total charge? Total charge എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സം. ഇത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. സോ they will just cancel out. So total charge would be 0. Electric dipole moment. Dipole momentന്റെ വാല്യൂ we know it's 2AQ. 2A എന്ന് പറഞ്ഞാൽ the distance between them. ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, ഇവിടെ ഇങ്ങോട്ടേക്ക് +15 ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു 15 ഉണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 15 + 15 30 സെന്റിമീറ്റർ ആണ്. സോ ഇൻറ്റു 10⁻⁻² ടൈംസ് Q. ഇവിടെ Q is 2.5 times 10⁻⁷. And direction, dipole moment direction is from -Q to
plus q. So ഇവിടെ minus q is at plus 15 and plus q is at minus 15. So direction minus z axis in the direction. 10th question, torque കണ്ടുപിടിക്കാനാണ്. Torque equation we know it's dipole moment times cross electric field. So dipole moment value തന്നിട്ടുണ്ട്, electric field value തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്. So just equation ഡയറക്റ്റ് ഇട്ടാൽ മതി. P യുടെ വാല്യൂ അറിയാം, E യുടെ വാല്യൂ അറിയാം, sin theta is 30 degree. A polythene piece rubbed with wool is found to have a negative charge of 3 into 10 raised to minus 7 coulomb. സോ നമ്മളൊരു ഒബ്ജക്റ്റിനെ വേറെ ഒബ്ജക്റ്റ് ആയിട്ട് റബ് ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് ഒരു നെഗറ്റീവ് ചാർജ് വന്നു. സോ ഈ ടോട്ടൽ നെഗറ്റീവ് ചാർജിന്റെ എമൗണ്ട് ഇസ് 3 times 10 raised to minus 7 coulombs ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് വന്നു മീൻസ് സർട്ടൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നാണ്. സോ എത്ര ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്, total mass transferred. Now, number of electrons would be, we know that one electron the charge is 1.602 times 10 raised to minus 19 coulomb. Totally വന്നേക്കുന്ന charge is 3 into 10 raised to minus 7 coulombs. So എത്ര electrons വന്നു എന്നറിയാൻ we just have to divide 3 into 10 raised to minus 7 by 1.602 into 10 raised to minus 19. Now, mass കണ്ടുപിടിക്കാൻ വേണ്ടി, so ഇത് ചെയ്യുമ്പോൾ we get the total number of electrons transferred. So ഇത്രയും electrons ആണ് transfer ആയിരിക്കുന്നത്. Now, ഒരു electronന്റെ mass is 9.1 into 10 raised to minus 31. So ഇത്രയും electrons ഉണ്ടെങ്കിൽ ഇത് രണ്ടും multiply ചെയ്യുമ്പോൾ we'll get the total mass of electrons transferred. 12th question. So നമ്മളോട് പറഞ്ഞേക്കുന്നത് there are two copper spheres. അതിന് രണ്ടും ചാർജ് തന്നിട്ടുണ്ട്, അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. We just have to find the force exerted അങ്ങോട്ടും ഇങ്ങോട്ടും. So columns law direct apply ചെയ്താൽ മതി. Q1, Q2 we know. Distance also we know. K is 9 into 10 raised to 9. So ചെയ്യുമ്പോൾ we'll get 1.5 into 10 raised to minus 2. B part of the question is നമ്മൾ സ്ഫിയറിന്റെ ചാർജ് ഡബിൾ ചെയ്തു, ഡിസ്റ്റൻസിനെ ഹാഫ് ചെയ്തു. Now, charge ഡബിൾ ചെയ്തപ്പോൾ Q1 2Q1 ആയി, Q2 2Q2 ആയി, ആൻഡ് നേരത്തെ ഡിസ്റ്റൻസ് R ആയിരുന്നെങ്കിൽ ഇപ്പോൾ R/2 ആയി, കാരണം നമ്മൾ ഡിസ്റ്റൻസിനെ ഹാഫ് ചെയ്തേക്കുവാണ്. സോ നമ്മൾ ഇക്വേഷൻ കൊളോംസ് ലോയിലേക്ക് ഇക്വേഷൻ കൊടുത്തു, ഈ 2ഉം 2ഉം പുറത്തേക്ക് എടുത്തു, ഈ 1/4 എടുത്തു, ഈ ഡിനോമിനേറ്ററിലെ 4നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിൽ ഗെറ്റ് 16. സോ 16 ടൈംസ് നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സ്. സോ നമ്മൾ ആദ്യത്തെ കേസിലെ ഫോഴ്സ് കണ്ടുപിടിച്ചു. സോ ദാറ്റ് ടൈം 16 ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസിലെ ഫോഴ്സ് കിട്ടും. 13th question. 1, 2 and 3 charges. ഈ കേസിൽ based on its behavior അതിന്റെ ചാർജും highest charge to mass ratio ഏതിനാണെന്ന് കണ്ടുപിടിക്കാനാണ് question. Now we know that ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ they attract each other. Now ഇവിടെ 1 and 2 പോസിറ്റീവിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്, so 1 and 2 must be negative. Third charge നെഗറ്റീവിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്, so this must be positive. Now ഈ charge to mass ratio is proportional to the amount of deflection. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉള്ളത് തേർഡ് ചാർജിനാണ്, so this has the highest charge to mass ratio. Now 14th question, again direct question ആണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, നമ്മുടെ സർഫസിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. We know that flux is equal to E dot delta S. ആദ്യത്തെ കേസിൽ this plane is parallel to the YZ axis എന്ന് തന്നിട്ടുണ്ട്. Now, electric fieldന്റെ direction is in the positive X axis. കാരണം I cap ആണ്, so X axis ലാണ് അതിന്റെ direction. You know that I, J, K, this is X axis, Y axis and Z axis ന്റെ unit vectors ആണ് I cap, J cap and K cap. So, നമ്മുടെ plane is parallel to the YZ axis. So X axis ന് perpendicular ആയിരിക്കും. So entire electric field ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യും. So theta would be equal to 0. So flux would be equal to E delta S cos 0. So this would be 1. Now E യുടെ വാല്യൂ തന്നിട്ടുണ്ട്, delta S ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. We just have to directly apply to find flux. രണ്ടാമത്തെ കേസിൽ തീറ്റയുടെ വാല്യൂ they have changed to 60. So E delta S cos 60 ചെയ്താൽ മതി.
Now 15th question, 14th in the balance ആണ്. Now നമ്മൾ 14ൽ ഒരു സിംഗിൾ സർഫസ് ആയിരുന്നു എടുത്തത്. ഇൻസ്റ്റെഡ് ഓഫ് ദി സിംഗിൾ സർഫസ് നമ്മളൊരു ക്യൂബ് ആയിരുന്നു എടുത്തെങ്കിൽ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്? ഇവിടെ കൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ നെറ്റ് ഫ്ലക്സ് ത്രൂ ദി സർഫസ് വുഡ് ബി 0. കാരണം എൻട്രി ചെയ്യുന്നത് അതേപോലെ തന്നെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ നെറ്റ് ഫ്ലക്സ് വുഡ് ബി 0. ക്വസ്റ്റനിൽ നമുക്ക് ഫ്ലക്സ് തന്നിട്ടുണ്ട്. വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദ ചാർജ് എൻക്ലോസ്ഡ്. സോ ഗോസസ് ലോ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, വിൽ ഗെറ്റ് ദ ചാർജ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ഇസ് സപ്പോസ് ഒരു ഗോഷ്യൻ സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് 0 ആണെങ്കിൽ ക്യാൻ വി അസ്യൂം ദാറ്റ് അതിൻ്റെ അകത്ത് ചാർജസ് ഒന്നും ഇല്ല എന്ന്? സപ്പോസ് വി ഹാവ് a Gaussian surface. ഇതിനകത്തൊരു +5 ചാർജ് ഉണ്ട്, ഒരു -5 ചാർജ് ഉണ്ട്. Now നമുക്കറിയാം ഫ്ലക്സ് is equal to Q by epsilon naught. So ഇവിടെ ടോട്ടൽ Q would be total charge in the sum, that is +5 -5 by epsilon naught. So we'll get 0. So ഈ കേസിൽ we got flux to be equal to 0. But that doesn't mean that ഇതിനകത്ത് ചാർജസ് ഒന്നും ഇല്ലാന്ന്. ചിലപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ ഫ്ലക്സ് നമുക്ക് 0 കിട്ടും. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് ചാർജസ് ഉണ്ടാവും. So this assumption is wrong. 17th question is നമ്മളൊരു 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ സർഫസ് എടുത്തു. ആ സർഫസിൽ കൂടെ അതിന്റെ തൊട്ട് മേലിൽ നിൽക്കുന്ന ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ജസ്റ്റ് അസ്യൂം ദാറ്റ് ഈ ചാർജ് ഒരു ക്യൂബിന്റെ അകത്താണ്. സോ നമുക്ക് ഈസി ആയിട്ട് ഗോസസ് ലോ വെച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ സെന്ററിലാണ് നമ്മളുടെ ഈ ചാർജ്, ദാറ്റ് ഇസ് 10 മ്യൂ കൊളോം ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഒരു പെർട്ടിക്കുലർ സർഫസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് സർഫസ് നമ്മൾ ഈ ക്യൂബിന്റെ ഒരു ഫേസ് ആയിട്ട് എടുത്തു. സോ ഈ ഫേസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് വുഡ് ബി ഈ ടോട്ടൽ ക്യൂബിൽ കൂടെയുള്ള ഫ്ലക്സ് ഡിവൈഡ് ബൈ 6. നൗ ടോട്ടൽ ക്യൂബിൽ കൂടെയുള്ള ഫ്ലക്സ് വുഡ് ബി Q by epsilon naught. അതിന്റെ കൂടെ ഒരു ഡിവൈഡ് ബൈ 6 കൂടെ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു പെർട്ടിക്കുലർ ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് നമുക്ക് കിട്ടും. ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എപ്സിലോൺ നോട്ട് നമുക്കറിയാം, ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫ്ലക്സ്. 18th question, 17th സിമിലർ ആണ്. ഇതിനകത്ത് ഡയറക്ട്ലി ഗോഷ്യൻ സർഫസ് ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി, Q by epsilon naught. ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 മ്യൂ കൊളോം. Now 19th questionൽ ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ട്. ദിസ് ഗോഷ്യൻ സർഫസ് ഇസ് എ സ്ഫിയർ. ഇതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ഈ പോയിന്റ് ചാർജ് ഈ സ്ഫിയറിന്റെ എക്സാക്ട് സെന്ററിലാണ്. ആൻഡ് ഈ സ്ഫിയറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഈ ചാർജിന്റെ ടോട്ടൽ ചാർജ് നമുക്ക് ചാർജ് തന്നിട്ടില്ല, വി ഹാവ് ദ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ഇറ്റ്. ഫ്ലക്സ് തന്നിട്ടുണ്ടെങ്കിൽ ദ ചാർജ് എൻക്ലോസ്ഡ് വി ക്യാൻ ഫൈൻഡ് യൂസിങ് ഗോസസ് ലോ. So then we can find the charge. Now, first part of the question is a Gaussian surface double ചെയ്യുവാണെങ്കിൽ ഫ്ലക്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുന്നു. സോ ബേസിക്കലി ഇപ്പോൾ ഇനിഷ്യലി ഇതായിരുന്നു സ്ഫിയർ. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ സ്ഫിയർ ഡബിൾ ചെയ്യാണ്. രണ്ട് കേസിലും ഫ്ലക്സിന്റെ ഇക്വേഷൻ വുഡ് ബി Q by epsilon naught. ഇതിന്റെ കേസിലും ഇറ്റ് ഇസ് Q by epsilon naught. Now, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ കേസിലും ചാർജ് എൻക്ലോസ്ഡ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ charge enclosed change ചെയ്യുന്നില്ല. So flux would remain the same. Now charge കണ്ടുപിടിക്കാൻ we can use Gauss's law. Q is equal to 5 times epsilon naught. 20th question. So 20th questionൽ ഒരു conducting sphere ഉണ്ട് and a charge we don't know. And ആ സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണെന്ന്. ഇതിന്റെ സെന്ററിൽ നിന്ന് 20 സെന്റിമീറ്റർ അവേ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ചാർജ്, ഈ സ്ഫിയറിന്റെ ചാർജ്. ഇത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു. ഡെറിവേഷൻ വി ഓൾറെഡി സ്റ്റഡീഡ്, ബട്ട് ഒന്നുകൂടെ പറയുവാണെങ്കിൽ സപ്പോസ് ഈ സ്ഫിയർ ചാർജ് സ്ഫിയർ ആണ്. സോ ഒബ്വിയസ്ലി ഇത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പെർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്തു, ഒരു ഗോഷ്യൻ സ്ഫിയർ. രണ്ട് രീതിയിൽ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഒന്ന് ഗോസസ് ലോ വെച്ച് Q by epsilon naught,
രണ്ടാമത്തെ കേസിൽ ഇ ഡോട്ട് ഡെൽറ്റ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ. ഇവിടെ ഈ ഗോഷ്യൻ സർഫസിന്റെ സർഫസ് ഏരിയ വുഡ് ബി 4 pi r square. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് q by epsilon naught is equal to e 4 pi r square. Now ഇതിൽ നിന്ന് we can find q. q is equal to e epsilon naught times 4 pi r square which is equal to 4 pi epsilon naught times e r square. നമുക്ക് 1 by 4 pi epsilon naught 9 into 10 raised to 9 10 raised to 9 ആണെന്ന് അറിയാം. So this we can write it as 1 by 9 into 10 raised to 9. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ വി നോ. സോ ഇക്വേറ്റ് ചെയ്താൽ മതി. Now 21st question. ഒരു യൂണിഫോംലി ചാർജ് കണ്ടക്ടിങ് സ്ഫിയർ ആണ്, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദ റേഡിയസ്. അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ. നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എസ് അറിയാം. സോ ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് സിഗ്മ. രണ്ടാമത്തെ പാർട്ട് ഇസ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഗോസസ് ലോ യൂസ് ചെയ്താൽ മതി. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. നമുക്ക് surface charge density തന്നേക്കുന്നത് we have to find delta q. So delta q is equal to sigma times delta s. Sigma is given. Delta s would be 4 pi r square. Radius അറിയാം. So 4 pi r square ചെയ്യാം. The 22nd question is ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ഉണ്ട്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ട്. Now ഇതും നമ്മൾ ലാസ്റ്റ് എടുത്ത പോർഷനിൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് നമ്മൾ അസ്യൂം ചെയ്തത് ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സിലിണ്ടർ ആയിരുന്നു. ഗോഷ്യൻ സർഫസ് ആയിട്ട് ഇത് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു കേസിൽ ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. സോ ഇതിൽ ക്യൂ വുഡ് ബി linear charge density is q by l. So ഇതിൽ നിന്ന് we get q is equal to lambda times l by epsilon naught. രണ്ടാമത്തെ കേസിൽ e dot delta s, this is equal to e. Delta s would be the curved surface area of the cylinder which is 2 pi r l. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ we'll get lambda l by epsilon naught is equal to e times 2 pi r l. എല്ലും എല്ലും ക്യാൻസൽ ആയി പോകും. So from this we'll get lambda is equal to e 2 pi r times epsilon naught. Epsilon naught ന്റെ വാല്യൂ we know 2 pi. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂം ആറിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റിൽ ഈ പോയിന്റ് 2 സെന്റിമീറ്റർ അവേ ആണ്. സോ ആർ വുഡ് ബി 2 സെന്റിമീറ്റർ മാറ്റാൻ 10 raised to minus 2 ചെയ്യുക. സോ എല്ലാ വാല്യൂസും അറിയാം. സോ ജസ്റ്റ് ഹാവ് ടു ഇക്വേറ്റ് ഇറ്റ്. Then 23rd question, രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്, അതിലുള്ള ഒന്നിലൊരു പോസിറ്റീവ് ചാർജും മറ്റുള്ള നെഗറ്റീവ് ചാർജ് ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ അസ്യൂമിങ് എ ഹാസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ബി ഹാസ് നെഗറ്റീവ് ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. വി നീഡ് ടു ഫൈൻഡ് മൂന്ന് റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ്. വി നീഡ് ടു ഫൈൻഡ് ദിസ് റീജിയൻ, ദിസ് റീജിയൻ ആൻഡ് ദിസ് റീജിയൻ. ഇവിടെ രണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല ബിക്കോസ് ചാർജ് ഇസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ദ റെസ്പെക്റ്റീവ് പ്ലേറ്റ്സ്. ടൂവിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ദാറ്റ് വി ക്യാൻ ഫൈൻഡ് യൂസിങ് ദി ഇക്വേഷൻ E equal to sigma by epsilon naught.